കാന യുരീദുൽ ആജില. എന്നാൽ ഇവിടം എന്തെങ്കിലും സമ്പാദിച്ചു വെക്കണം, ഭൗതികത വേണം, സൗകര്യങ്ങൾ വേണം, ദുന്യാവ് മാത്രം മതി, എനിക്ക് ഇവിടുത്തെ സുഖങ്ങൾ മാത്രം മതി എന്നുദ്ദേശിക്കുന്നവർ മൻ കാന യുരീദുൽ ആജില, മനസ്സിന്റെ ഉദ്ദേശം അതാണ്. മോളെ കല്യാണം കഴിച്ചു കൊടുക്കുകയാണെങ്കിലും പൈസ എന്ത് കിട്ടുമെന്ന് ആലോചിക്കുക, മോനെ കല്യാണം കഴിപ്പിക്കുകയാണെങ്കിലും കാശ് വല്ലതും കിട്ടുമെന്നാണ്. ഏത് സംഗതിയുടെ പിന്നിലും പൈസയും ഭൗതികതയും മാത്രം കാണുന്ന ആളുകൾ. അജ്ജൽനാ ലഹു ഫീഹാ മാ നശാഉ ലിമൻ നുരീദ്. ആരാണോ ഇതിനു വേണ്ടി പണിയെടുക്കുന്നത്, ആരാണോ ഭൗതികതയ്ക്ക് വേണ്ടി പണിയെടുക്കുന്നത്, നാം ഉദ്ദേശിക്കുന്നവർക്ക് അവരെ ആഗ്രഹിക്കുന്നത് നാം കൊടുക്കുന്നുണ്ട്. ശരിയാ, പൈസ ഉണ്ടാക്കാൻ വേണ്ടി നടക്കുന്നവർക്ക് അല്ലാഹ് പൈസ കൊടുക്കുന്നുണ്ട്. എല്ലാവർക്കും കൊടുക്കുന്നുണ്ടോ? ഇല്ല. ലിമൻ നശാ, നാം ആഗ്രഹിക്കുന്നവർക്ക് കൊടുക്കും. എല്ലാവർക്കും കൊടുത്തോളൂ, ആഗ്രഹിച്ച് എല്ലാവരും നടക്കുന്നുണ്ട്, പക്ഷെ അല്ലാഹു ചില ആളുകൾ കൊടുക്കും. ثم جعلنا له جهنم يصلاها. അത് കഴിഞ്ഞാൽ പിന്നെ നരകത്തിലേക്കാണ് മനുഷ്യൻ പോകുന്നത്. ദുനിയാവിൽ ഒന്നുമില്ല, സീറോ ആണ്. സംസ്കാരമുണ്ടോ, അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്തയുണ്ടോ, ഖുർആനോത്തുണ്ടോ, കുടുംബ ബന്ധങ്ങൾ അള്ളാഹുവിനെ ഓർത്തുകൊണ്ടാണോ, ഇതൊന്നുമില്ല. ഇങ്ങനെ ജീവിച്ചു പോവാൻ ആഗ്രഹം ഈ ലോകത്ത് സുഖലോലുപനായി അന്തസ്സിൽ ജീവിക്കണം, പരലോകത്തെക്കുറിച്ച് ആലോചിക്കുന്ന പോലുമില്ല. അങ്ങനത്തെ ആളുകൾക്ക് അവരാഗ്രഹിക്കുന്നത് നാം ഇവിടെ കൊടുക്കുന്നുണ്ടല്ലോ, നാം ഉദ്ദേശിക്കുന്നവർക്ക്. അത് കഴിഞ്ഞാൽ പിന്നെ നാം നരകത്തിലേക്ക് അവരെ വലിച്ചെറിയുകയാണ്. യസുലഹാ മദ്മൂമൻ മദ്ഹൂറാ. നിന്ദ്യനായി, നിസ്സാരനായി നരകത്തിലേക്ക് അവർ വലിച്ചെറിയപ്പെടുന്നു. ഇവിടെ ഒരുപാട് സമ്പൽ സമൃദ്ധികൾ ഉണ്ടായിരുന്നു, പലത് ഉപകാരപ്പെടുന്നോ? പഠിച്ചത് അതിനായിരുന്നു, ജോലി ചെയ്തതിനായിരുന്നു. എന്നാൽ എന്റെ സമ്പാദ്യത്തിൽ നിന്ന് എന്തെങ്കിലും ഒരു ഓഹരി പാവപ്പെട്ടവർക്ക് കൊടുക്കണം, മിസ്കീന്മാർക്ക് കൊടുക്കണം, മദ്രസക്ക് കൊടുക്കണം, മസ്ജിദിന് കൊടുക്കണം, രോഗികൾക്ക് കൊടുക്കണം, പ്രയാസപ്പെടുന്നവർക്ക് നൽകണം എന്ന ഒരു ചിന്തയേ ഇല്ലായിരുന്നു. ഉണ്ടാക്കണം, സമ്പാദിക്കണം എന്ന് മാത്രം. അള്ളാഹ് കൊടുത്തേക്കും, കുറെ പിഷ്കന്മാരായി അവർ ജീവിക്കും, അവർ മരിച്ചു പോകും. പക്ഷെ നാളെ പരലോകത്ത് നരകത്തിലേക്ക് അള്ളാഹു വരും.